മാളയിലെ റോഡിന്റെ വീതിക്കുറവും ടാറിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന കാനയും അപകടത്തിന് വഴിയൊരുക്കുന്നു. കാനകൾക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് പരാതി നൽകി. മാളപ്പള്ളിപ്പുറം ചെന്തുരുത്തി പാടശേഖരത്തിൽ വെള്ളക്കെട്ട് മൂലം കൃഷി നശിക്കുന്നതായി കർഷകരുടെ പരാതി. മഴവെള്ളവും ഏറ്റ സമയത്ത് ഒലിച്ചെത്തുന്ന വെള്ളവും സമയബന്ധിതമായി ബണ്ടിൽ നിന്ന് തുറന്നുവിടാത്തത് കൃഷി നശിക്കാൻ കാരണമായതായി കർഷകർ. മറ്റത്തൂർ പഞ്ചായത്തിലെ മുരിക്കുങ്ങൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. താളൂപ്പാടം മണ്ടാടൻ ബാബുവിന്റെ 300ഓളം വാഴകളും കവുങ്ങുകളും തെങ്ങും ആനകൾ നശിപ്പിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അപകടം പതിയിരിക്കുന്ന പൊതുമരാമത്ത് റോഡരികിലെ കാനകൾക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ച് അപകടരഹിതമാക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് പരാതി നൽകി. മാളയിലെ പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫാണ് പരാതി നൽകിയത്. റോഡിന്റെ വീതിക്കുറവും ടാറിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന കാനയും കൂടുതൽ അപകടത്തിന് വഴിയൊരുക്കുന്നു. കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ മാളക്കുളത്തിന് സമീപമാണ് റോഡിന് ഇരുവശവും അപകടത്തിന് വഴിയൊരുക്കുന്ന കാനകൾ തുറന്നു കിടക്കുന്നത്. റോഡിന് വീതി കുറഞ്ഞ വളവിനോട് കൂടിയ ഈ ഭാഗത്ത് നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. 2 വാഹനങ്ങൾ ഇരുദിശയിൽ വരുമ്പോൾ റോഡിന് വീതി കുറവായതിനാൽ കാൽനടയാത്രക്കാർ ഈ കാനയിൽ വീഴുന്നതായി പരാതിയുണ്ട്. രാത്രികാലങ്ങളിൽ റോഡിന്റെ വീതി കുറവും ടാറിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന കാനയും കൂടുതൽ അപകടത്തിന് വഴിയൊരുക്കുന്നു. അടിയന്തരമായി കാൽനടയാത്രക്കാർക്ക് ഉപകരിക്കുന്ന രീതിയിൽ കാനയ്ക്ക് മുകളിൽ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ച് റോഡിന്റെ ഈ ഭാഗം അപകടരഹിതമാക്കണമെന്നും നിരവധി പ്രാവശ്യം പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിനാലാണ് വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുന്നതെന്നും പരാതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, മാള. മാളപ്പള്ളിപ്പുറം ചെന്തുരുത്തി പാടശേഖരത്തിൽ വെള്ളക്കെട്ട് മൂലം കൃഷി നശിക്കുന്നതായി കർഷകരുടെ പരാതി. മഴവെള്ളവും ഏറ്റ സമയത്ത് ഒലിച്ചെത്തുന്ന വെള്ളവും സമയബന്ധിതമായി ബണ്ടിൽ നിന്ന് തുറന്നുവിടാത്തതാണ് കൃഷി നശിക്കാൻ കാരണമായതായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്ന് കർഷകർ പരാതിയിൽ പറയുന്നു. പൊയ്യ പഞ്ചായത്തിലെ ചെന്തുരുത്തി പാടശേഖരത്തിൽ വെള്ളക്കെട്ട് മൂലം കൃഷി നശിക്കുന്നതായിട്ടാണ് കർഷകരുടെ പരാതി. മഴവെള്ളവും വേലിയേറ്റ സമയത്ത് ഒലിച്ചെത്തുന്ന വെള്ളവും സമയബന്ധിതമായി ബണ്ടിൽ നിന്ന് തുറന്നുവിടാത്തതാണ് കൃഷി നശിക്കാൻ കാരണമായതായി കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ ചില ആളുകളുടെ ഒത്താശയും വെള്ളം തുറന്നുവിടാത്തതിൽ കാരണമായതായും കർഷകർ കുറ്റപ്പെടുത്തി. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് കൃഷിയൊക്കെ, കൃഷി നഷ്ടത്തിലാണ്. ഇപ്പം കൃഷിക്കാരെല്ലാവരും ഈ പലക മാറ്റണമെന്നുള്ളൊരു പരാതി മെമ്പർ വന്ന് ബ്ലോക്ക് ചെയ്ത് തരണം, പലക മാറ്റി ഉള്ള കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് ഒരു 20-22 കർഷകർ ഒപ്പിട്ടെന്നൊരു പരാതി മെമ്പർക്കെതിരെ ഇവിടെ എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. 22 കർഷകർ ഈ മാളപ്പള്ളിപ്പുറം ചെന്തുരുത്തി പാടശേഖരത്തിൽ കൃഷി ചെയ്യുന്ന കർഷകരുടെ ബുദ്ധിമുട്ടുകൾ ഇതിൽ ഒപ്പിട്ടുണ്ട്. ഇതിനെ തടയിട്ട മെമ്പറുടെക്കെതിരെയുള്ള ഒരു പരാതിയാണ്. എയും കൃഷി ഓഫീസറും പറഞ്ഞിട്ട് സാബും പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സിയും സമ്മതിച്ചില്ല എനിക്ക് തരാൻ വേണ്ടിയിട്ട്. അവരവിടെ ബ്ലോക്ക് ചെയ്തു. എയും കൃഷി ഓഫീസറും പറയുന്നത്, കൃഷി ഓഫീസർ ലേഡി പറഞ്ഞത് മാറിപ്പോയി. അപ്പോൾ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ പല ഇറക്കാൻ വന്നപ്പോൾ സാബു പല ഇറക്കാൻ പറ്റില്ല, ഇവിടെ നിന്ന് നല്ല വെള്ളം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് ബാധിക്കുമെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ കർഷകർക്ക് നഷ്ടം വരുന്നുണ്ട്. കർഷകർ കൃഷി ചെയ്തിട്ട് നെല്ലൊക്കെ നട്ടതൊക്കെ ആൾക്കാരുടെ നഷ്ടത്തിലാണ്. ഇനിയിപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ നട്ടെടുക്കേണ്ടി വരും. ഒന്നാമത്തെ കേസ്, ഒരു നടിക്കലത്തെ ഒരു പലക മാത്രമേ അവർ മാറ്റിയിട്ടുള്ളൂ. 38,000 അനുവദിച്ചാൽ ആകെ 15,000 അവർക്ക് ചിലവ് വന്നിട്ടുള്ളൂ. ബാക്കി പൈസ ഇവർ അടിച്ചു മാറ്റിയാണ്. ഇവർ ഒരു ബിനാമിയെ വെച്ചിട്ട് ഇവരുടെ ബന്ധത്തിൽപ്പെട്ട ആളും വേറെ ഗോപാലൻ എന്ന് പറഞ്ഞ ആൾക്കും ബിനാമിനെ വെച്ചിട്ട് അവർക്കാണ് ഇത് ചെളിയിടാൻ അടയ്ക്കാൻ അനുവദിച്ചോളൂ. എന്നാൽ അവർ വെള്ളം മാറ്റില്ല. ഈ 38,000 അവർക്കുണ്ട്. അവർ വെള്ളം മാറ്റേ പലക ഇത് ഒന്നും ചെയ്യില്ല, ചെളിയിട്ട് അടയ്ക്കും. വെള്ളം മാറ്റലും കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കർഷകർ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ മാള പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. കൃഷിക്കാരുടെ കൃഷി നശിപ്പിച്ച ശേഷം ഭൂമി കുത്തകകൾക്ക് മറച്ചു വിൽക്കുന്നതിനുള്ള ഗൂഢാലോചനയാണ് വെള്ളം തുറന്നുവിടാതെ സൂക്ഷിക്കുന്നതിന് പുറകിലെന്ന് ഗുരുതര ആരോപണവും കർഷകർ ഉന്നയിച്ചു. വയലിൽ ഉപ്പുവെള്ളം കയറാതിരിക്കാനായി നിർമ്മിച്ച കോട്ടമുറി ബണ്ടിന്റെ തലയണ പലക നീക്കം ചെയ്താൽ വെള്ളം ഒലിച്ചു പോകുമെന്നിരിക്കെ വെള്ളത്തിൽ കിടന്ന് ധാന്യങ്ങൾ ചീഞ്ഞു പോകുകയാണെന്ന് കർഷകർ പരാതിയിൽ പറയുന്നു. മീഡിയ ടൈം, മാള. മറ്റത്തൂർ പഞ്ചായത്തിലെ മുരിക്കുങ്ങൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. താളൂപ്പാടം മണ്ടാടൻ ബാബുവിന്റെ പറമ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. 300ഓളം വാഴകളും കവുങ്ങുകളും തെങ്ങും ആനകൾ നശിപ്പിച്ചു.
കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചത്. ഞായറാഴ്ച പുലർച്ചെയാണ് സംഭവം. മാസങ്ങളായി ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. നിരവധി കർഷകരുടെ കൃഷിയാണ് ആനകൾ നശിപ്പിച്ചത്. മലയോര മേഖലയായ ഇവിടെ കൃഷിയാണ് ഇവരുടെ ഉപജീവന മാർഗം. നിരന്തരം വന്യമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചതോടെ കർഷകർ ദുരന്തത്തിലായിരിക്കുകയാണ്. വീട്ടുമുറ്റത്ത് പോലും ആനകളും പുലിയും ഇറങ്ങി ഭീതി പരത്തിയിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചതോടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകർക്ക് സംഭവിച്ചത്. നിരവധി തവണ പരാതി നൽകിയിട്ടും കാട്ടാന ശല്യത്തിന് പരിഹാരം വനപാലകർ തയ്യാറാകാത്ത സ്ഥിതിക്ക് കൃഷി ഉപേക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആളഭയമുണ്ടായാൽ മാത്രം സന്ദർശകരെ പോലെ അധികൃതർ എത്തുന്നതല്ലാതെ കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകാറില്ലെന്ന് പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ പറഞ്ഞു. 2 ആഴ്ച മുമ്പ് വീട്ടുമുറ്റത്ത് പുലിയിറങ്ങിയ സംഭവം ഉണ്ടായിട്ടും അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു. കാട്ടാനക്കൂട്ടമിറങ്ങി നാശം വിതച്ചതോടെ നാട്ടുകാർ ഭീതിയിലാണ്. മീഡിയ ടൈം, വരന്തരപ്പിള്ളി. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അയ്യന്തോൾ സിവിൽ സ്റ്റേഷൻ മുതൽ ചൂണ്ടൽ വരെയും തിരികെയും 40 കിലോമീറ്റർ സൈക്കിൾ സവാരി നടത്തി തൃശൂർ കുന്നുംകുളം റോഡ് പണിയുടെ പുരോഗതി വിലയിരുത്തി. സൈക്കിളിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടിയായിരുന്നു ജില്ലാ കളക്ടറുടെ സൈക്കിൾ യാത്ര. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഉറപ്പുവരുത്തണമെന്ന് കളക്ടർ KSTP ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പരിസ്ഥിതി സൗഹൃദ വാഹനമെന്ന നിലയിലും ശാരീരിക ക്ഷമത നിലനിർത്തുവാൻ കഴിയുന്ന വാഹനമെന്ന നിലയിലും സൈക്കിളിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന് കൂടിയായിരുന്നു ജില്ലാ കളക്ടറുടെ സൈക്കിൾ യാത്ര. കിരൺ ഗോപിനാഥ് പ്രസിഡന്റായ തൃശൂർ സൈക്ലേഴ്സ് ക്ലബിന്റെ സെക്രട്ടറി ഡാനി വറീദ്, ട്രഷറർ സനോജ് പാവുങ്ങൽ എന്നിവരുടെ നേതൃത്വത്തിൽ 20ഓളം ക്ലബ് അംഗങ്ങൾ, KSTP ഉദ്യോഗസ്ഥർ എന്നിവർ ജില്ലാ കളക്ടർക്കൊപ്പം സൈക്കിൾ യാത്രയിൽ പങ്കെടുത്തു. റോഡ് നവീകരണം പൂർത്തിയാകുന്നതുവരെ അറ്റകുറ്റപ്പണി സമയബന്ധിതമായി പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ഉറപ്പുവരുത്തണമെന്ന് ജില്ലാ കളക്ടർ KSTP ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 206.9 കോടി രൂപയുടെ പാറമേക്കാവ് കല്ലുംപുറം വരെയുള്ള 33.34 കിലോമീറ്റർ റോഡിന്റെ നവീകരണത്തിനുള്ള ടെൻഡർ നടപടികൾ ഒക്ടോബർ 10 ആരംഭിക്കും. നവംബറോടെ റോഡ് പണി തുടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 6 മാസത്തിനകം പൂർത്തീകരിക്കും. നിലവിൽ കേച്ചേരി മുതൽ മഴവഞ്ചേരി വരെ ഒഴികെയുള്ള മുഴുവൻ റോഡും അറ്റകുറ്റപ്പണി തീർത്ത് സഞ്ചാരയോഗ്യമാക്കിയതായി KSTP അധികൃതർ അറിയിച്ചു. KSTP റോഡ് നിർമ്മാണ ഏകോപനം നിരീക്ഷിക്കുന്നതിന് രൂപീകരിച്ച സമിതി സ്ഥിരമായി റോഡ് പണിയുടെ പുരോഗതി വിലയിരുത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. ഇനി നാട്ടിൽ നടന്നത്. കുഴൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഭക്ത മാതൃസംഗമം നടന്നു. ക്ഷേത്രം മേൽശാന്തി സ്മിത്ത് രാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഞാൻ വലിയ പ്രഭാഷകനോ അല്ലെങ്കിൽ വല്ല അറിവുള്ള ആളൊന്നുമല്ല. നിങ്ങളുടെയൊക്കെ ഒരു കൊച്ചുമകൻ്റെ പ്രായം മാത്രമേ ഉള്ളൂ. നിങ്ങളിൽ നിന്ന് ഒരു കാര്യം പഠിപ്പിക്കാൻ ഞാൻ എന്തില്ല, വലിയ ജ്ഞാനിയോ അറിവുള്ള ആളോ ഒന്നുമല്ല. പക്ഷേ നിങ്ങൾ ഓരോരുത്തരുടെയും കണ്ണുകളിൽ കാണുന്ന എന്തൊക്കെയോ നിങ്ങൾക്ക് കിട്ടാനുണ്ട്, അല്ലേ? എന്തൊക്കെയോ നിങ്ങൾക്ക് കിട്ടും എന്ന ഒരു ഇതിലാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിച്ചേരുന്നത്. ഇപ്പം ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നത് തന്നെ ഭഗവാന്റെ ഒരു എന്താ പറയുക, ഒരു ആകർഷണത്വം നിങ്ങളിൽ എത്തിയത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഭഗവാനെ അറിയണം, അല്ലേ? സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ആരായിട്ട് വരും? സുബ്രഹ്മണ്യ സ്വാമി ആരായിട്ട് വരും? അമ്മമാർക്കൊരു മകനായിട്ട്, അല്ലേ? കൊച്ചുമക്കൾക്കൊരു കളിത്തോഴനായിട്ട്. ക്ഷേത്രം പ്രസിഡന്റ് വിജേഷ് മാരാർ, സെക്രട്ടറി MA ഗോവിന്ദൻ, ട്രഷറർ സുഷമ കുമാരി, വൈസ് പ്രസിഡന്റ് പ്രഹ്ലാദൻ, കൺവീനർ ആശ മധു എന്നിവർ സന്നിഹിതരായിരുന്നു. അന്നമനട കുമ്പിടി ചെറുപുഷ്പ ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ തിരുനാളും ഊട്ടുനേർച്ചയും നടന്നു. രാവിലെ നടന്ന തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ വിപിൻ കുരിശിത്തറ കാർമ്മികത്വം വഹിച്ചു. ജോബി പനച്ചിങ്കിൽ സന്ദേശം നൽകി. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, നേർച്ച ഊട്ട് എന്നിവ നടന്നു. നിരവധി വിശ്വാസികൾ പങ്കാളികളായി.
പൊയ്യ പുളിപ്പറമ്പ് ലിറ്റിൽ ഫ്ലവർ ഇടവക പള്ളിയിൽ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ഊട്ടുതിരുനാൾ കർമ്മങ്ങൾ ഭക്തി നിർഭരമായി. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷിബു കള്ളാംപറമ്പിൽ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ജോസ് പന്തലുകാരൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ലിച്ചു കളത്തിൽ നടത്തിയ നേർച്ച ഭക്ഷണ വെഞ്ചരിപ്പിന് ശേഷം നിരവധി വിശ്വാസികൾ ഊട്ടുതിരുനാളിൽ പങ്കാളികളായി. തുടർന്ന് പ്രദക്ഷിണം നടന്നു. ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ അഖില കേരള ശാസ്താംപാട്ട് കലാകാര സമിതി ചാലക്കുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശാസ്താംപാട്ട് കാവടിച്ചെന്തി സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു. യശശരീരനായ ശാസ്താംപാട്ട് കലാകാരൻ പുഞ്ചപ്പറമ്പിൽ പങ്കജാക്ഷ മേനോന്റെയും പുഞ്ചപ്പറമ്പിൽ പ്രഭാകര മേനോന്റെയും വളവനപ്പറമ്പിൽ രാമൻ നായരുടെയും സ്മരണാർത്ഥമാണ് അഖില കേരള സൗഹൃദ ശാസ്താംപാട്ട് കാവടിച്ചെന്ത് മത്സരം സംഘടിപ്പിച്ചത്. റിട്ടയർഡ് ജഡ്ജി ഗീത മുഴുവഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഫോക്ക് ലോഡ് അവാർഡ് ജേതാക്കളായ രാമചന്ദ്രൻ അന്നനാട്, TN കൃഷ്ണൻകുട്ടി, ശാസ്താംപാട്ട് കലാകാരന്മാരായ ചന്ദ്രൻ നായർ കുറ്റിച്ചിറ, നാരായണൻകുട്ടി മേനോൻ പുത്തഞ്ചിറ എന്നിവരെ ആദരിച്ചു. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കൾക്കായി ലഹരി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ TK സന്തോഷ് ക്ലാസ് നയിച്ചു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ പ്രീത VE, TA അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ മുരിയാട് ഹൈന്ദവ സമാജം ഹാളിൽ മാതൃപൂജ സംഘടിപ്പിച്ചു. വിദ്യാലയത്തിലെ മാതൃസമിതി ജോയിന്റ് സെക്രട്ടറി വിഭ ഗിരീഷ് ദീപം കൊളുത്തി. വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ M കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. മാനേജർ TK സതീഷ്, രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ കാര്യകാര്യ കാബ സുരേന്ദ്രൻ മാതൃപൂജ സന്ദേശം നൽകി. മാതൃപൂജയിൽ ബേബിലാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷനിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ മുപ്ലയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, PJ സ്മിത, VB സിന്ധു, KA കുഞ്ഞുമോൾ, CK സന്ദീപ് കുമാർ, KN ജയപ്രകാശ്, MV ഉഷ എന്നിവർ സംസാരിച്ചു. കിഫ്ബിയുടെ 3.90 കോടി രൂപ ചിലവിലാണ് കെട്ടിടം യാഥാർത്ഥ്യമായത്. കെട്ടിടത്തിൽ 3 നിലകളിലായി 18 മുറികളാണ് ഉള്ളത്. വയലാർ അവാർഡ് അശോകൻ ചെരുവിലിന്റെ കാട്ടൂർ കടവിന് 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ വെങ്കലത്തിൽ നിർമ്മിച്ച ശില്പവുമാണ് അവാർഡ്. മലയാളത്തിലെ രാഷ്ട്രീയ നോവലുകളുടെ ഗണത്തിൽപ്പെടുന്നതാണ് കൃതി. മഹാപ്രളയത്തിൽ തകർന്ന ഒരു ഗ്രാമത്തെ പശ്ചാത്തലമാക്കിയുള്ള ജീവിതാപഗ്രഥനവും നവോത്ഥാനവും ദേശീയ പ്രസ്ഥാനവും പശ്ചാത്തലമാക്കിയിട്ടുള്ളതാണ് കാട്ടൂർ കടവ്. വയലാർ രാമവർമ്മ ട്രസ്റ്റ് പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരനാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. 1977 മുതൽ സാഹിത്യ മേഖലയിലെ മികച്ച കൃതിക്ക് നൽകി വരുന്ന വയലാർ അവാർഡിൽ 48ാമത്തെ പുരസ്കാര പ്രഖ്യാപനമാണ് ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. മാളയിലെ റോഡിന്റെ വീതിക്കുറവും ടാറിങ്ങിനോട് ചേർന്ന് നിൽക്കുന്ന കാനയും അപകടത്തിന് വഴിയൊരുക്കുന്നു. കാനകൾക്ക് മുകളിൽ സ്ലാബുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് പരാതി നൽകി. മാളപ്പള്ളിപ്പുറം ചെന്തുരുത്തി പാടശേഖരത്തിൽ വെള്ളക്കെട്ട് മൂലം കൃഷി നശിക്കുന്നതായി കർഷകരുടെ പരാതി. മഴവെള്ളവും ഏറ്റ സമയത്ത് ഒലിച്ചെത്തുന്ന വെള്ളവും സമയബന്ധിതമായി ബണ്ടിൽ നിന്ന് തുറന്നുവിടാത്തത് കൃഷി നശിക്കാൻ കാരണമായതായി കർഷകർ. മറ്റത്തൂർ പഞ്ചായത്തിലെ മുരിക്കുങ്ങൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. താളൂപ്പാടം മണ്ടാടൻ ബാബുവിന്റെ 300ഓളം വാഴകളും കവുങ്ങുകളും തെങ്ങും ആനകൾ നശിപ്പിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.